ഹായ് ഗായ്സ്, ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ് അപ്പോൾ ഒരു വീട്ടിൽ 3-4 കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 3-4 ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ചുരുങ്ങിയത് മൊബൈൽ ഫോണുകളോ അത്യാവശ്യമാണ് അല്ലേ. എന്നാൽ സാധാരണക്കാർക്ക് 3-4 ലാപ്ടോപ്പുകൾ മേടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരും. അപ്പോൾ എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചായിരിക്കും അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലേ. 10,000-12,000 രൂപ ചിലവിട്ട് ഒരു നല്ല മൊബൈൽ ഫോൺ കിട്ടിയാൽ അവർക്ക് അത് ഓൺലൈൻ ക്ലാസ്സിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലേ. ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറും 12,000 രൂപ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല പുതിയ ഫോൺ, അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. റെഡ്മിയുടെ നോട്ട് 9 എന്ന ഫോണാണ്. ഇതാണ് ആ ഫോണ്. മുന്തിയ ഇനം സ്മാർട്ട് ഫോണുകളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽഡപ്പ്. 6.5 ഇഞ്ചോട് കൂടിയിട്ടുള്ള ഫുൾ HD ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ, കണ്ടില്ലേ. കൂടാതെ പിൻവശത്ത് 4 ക്യാമറയും കൂടിയുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ പിന്നൊരു ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ വേറെ 2 ക്യാമറയും. ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഈ 48 മെഗാ പിക്സലാണ്. ഇതിൽ 3 GB റാമും 4 GB റാമും 6 GB റാമും വരുന്ന 3 വേരിയൻറ്റുകൾ ഇതിൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. 3 GB റാം ആണെങ്കിൽ 12,000 നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10,000 അല്ലെങ്കിൽ 11,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയെന്നും വരും. ഞാനിത് വാങ്ങിയത് ഏകദേശം ഒരു 520 ദിർഹംസ് കൊടുത്ത് 4 GB + 128 GB വരുന്ന വെർഷനാണ്. ബ്ലൂ കളറിലുള്ള ഒരു ഫിനിഷുള്ള ഒരു ഫോണാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഒരു സെക്കൻഡറി ഫോൺ അത്യാവശ്യമായി വന്നതുകൊണ്ട് ഞാൻ മേടിച്ചതാണിത്. ഇതിനകത്ത് 2 സിം ഇടാൻ പറ്റും. പോരാത്തതിന് 2 സിമ്മോടൊപ്പം ഒരു മൈക്രോ SD-യും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സിം ട്രേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ്. 5020 mAh ആണ് ഇതിൻ്റെ ഒപ്പം വരുന്ന ബാറ്ററി. പോരാത്തതിന് ഇതിൻ്റെ ഒപ്പം 25 വാട്ട് വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ ബോക്സിനൊപ്പം തന്നെ വരുന്നുണ്ട്. പഞ്ച് ഹോൾ ക്യാമറ ഉള്ളത് കൊണ്ടും വളരെ പുതിയ ഒരു ബ്രാൻഡഡ് ഫോണിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഇതിന് തരുന്നത്. പിന്നിൽ 4 ക്യാമറയും അതേപോലെ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു ഡിസൈനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. റെഡ്മി പല മോഡലുകളും ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ തന്നെ ഹൈ വേരിയൻ്റായ റെഡ്മി നോട്ട് 9 പ്രോയ്ക്ക് ഏകദേശം 20,000 അടുത്ത് വില വരുന്നുണ്ട് ഇതേ കോൺഫിഗറേഷൻ. പക്ഷേ ഇതിന് ഏകദേശം ഒരു 12,000-13,000 കൊടുത്താൽ നിങ്ങൾക്ക് ഇതേ വേരിയൻറ്റ്, അതായത് 4 GB 128 GB വേരിയൻറ്റ് ലഭിക്കും. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷനായ ആൻഡ്രോയിഡ് 10 തന്നെയാണ് ഇതിനകത്തുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിൽ പിറകുവശത്താണ്, ക്യാമറയുടെ തൊട്ട് താഴെയായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിരിക്കുന്നത്. സാധാരണ ഗ്രാഫിക്സ് ഉള്ള ഗെയിമൊക്കെ നല്ല നിലയിൽ ഇതിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ല ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള കളികളൊന്നും, അതായത് ഫിഫ പോലുള്ള ഗെയിംസ് അല്ലെങ്കിൽ PUBG പോലുള്ള ഗെയിംസ് ഇതിൽ അത്ര സ്മൂത്തായിട്ട് റൺ ചെയ്തൊന്നും വരില്ല. കാരണം അത്ര വിലക്കുള്ള ഒരു ഫോണാണ് ഇത്. വില കുറഞ്ഞ ഫോണാകുമ്പോൾ സാധാരണ ഫോണിൻ്റെ തിക്നെസ് ഒക്കെ കൂടാറുണ്ട്. പക്ഷേ ഇത് അത്ര തിക്കായിട്ടുള്ള ഫോണൊന്നുമല്ല. ഒരു കൈ കൊണ്ട് ഇത്ര വലിയ സ്ക്രീനായിട്ട് പോലും ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫോൺ തന്നെയാണ് ഇത്. 4K വീഡിയോ ഷൂട്ടിംഗ് എടുക്കാൻ പറ്റില്ലെങ്കിലും 1080, അതായത് ഫുൾ HD റെസൊല്യൂഷനിൽ 30 ഫ്രെയിം/സെക്കൻഡ് വരെ ഇത് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് ഓൺലൈനിലൂടെ മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലുള്ള സാധാ മൊബൈൽ ഷോപ്പുകളിലും ഈ ഫോൺ ലഭ്യമാണ്. ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ട് ഒരാഴ്ചയായി, പക്ഷേ ഗ്ലോബൽ ലോഞ്ച് ഇത് 2 മാസം മുമ്പേ ആയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എൻ്റെ കൈവശം ഏകദേശം 1 മാസമായി ഞാനിത് ഉപയോഗിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.